അമ്മയോളിയല്ല പൊലിയാടി പോലെ നിന്റെ കുണ്ണ ചപ്പിക്കിട്ട് കൃസംഗികളുണ്ടാവും. ഞാൻ അതിൽപ്പെട്ട നായിന്റെ മോനെ അമ്മയോളി. എടാ നീ ചപ്പിക്കൊടുക്കട പൂരി മോന കൃസംഗി. ഇവിടെന്ന് താളിച്ച താളികള് എടാ കൃസംഗി എന്ന പട്ടിയപ്പൂരി മോന നീ എന്റെ PM-ൽ വന്നിട്ട് എന്നെ താളിക്കാൻ നിക്ക. ഇന്ത്യ പ്രധാനമന്ത്രി എന്ന നരേന്ദ്രമോദി എന്ന അരക്കവേശിക്കണ്ട തള്ള ഓത്ത പൂരി മോന എന്നെ താളിക്കാൻ നിൽക്കുന്ന പൂരി മോന ആര സംഗി. നിന്റെ അമ്മേനെ പണ്ണു പൂരി മോന്റെ മോന ജയിൽവാസിച്ച് എടുക്കും, ജയിലിൽ എടുക്കും അതിന്റെ മോന. എടാ പൂരി മോന ജയിലിൽ കൊടുക്കും. തള്ള മൊത്ത സംഗി സംഘപരിവാരെന്ന പൂരി മോന ആണെങ്കിൽ പറഞ്ഞ ജയില്. എടാ എന്നെ താളിക്കില്ല ഇന്ത്യ പ്രധാനമന്ത്രി എന്ന നരേന്ദ്രമോദി പൂരി മോന. നീ കേക്കണം നായ ആർസിന്റെ കുണ്ണ ബ്രാക്കോടച്ച് വിടുന്ന നായ ജയില് ആൺകുട്ടിയാക്കി വിട്ടുന്ന നായ അമിത്ഷാന്റെ കുണ്ണ ചപ്പല് നരേന്ദ്രമോദി നീ കൊണ്ടേ കൊണ്ട കുണ്ണ കേസ്. ഞാൻ വരും നായ, ഞാൻ വരുന്ന നായിന്റെ മോന പേടിയട കുണ്ണ. ജീവിച്ച ഒരു നാൾ മരണം. ഞാൻ അങ്ങത്തോന ഇന്ത്യ പ്രധാനമന്ത്രി എന്ന എടാ നരേന്ദ്രമോദി എന്ന പട്ടി പൂരി മോന്റെ തള്ള ഓത്താപ്പൂരി മോന സംഘ പരിവാര തള്ള ഓത്തപ്പൂരിമോന. അമിത്ഷാന്റെ കുണ്ണ പോയി ചപ്പട നരേന്ദ്രമോദി റെക്കോർഡ് വെച്ചോ ജയിലില്ല. ഞാൻ അന്തസ്സായി എന്റെ ജീവൻ പോലെ ഞാൻ കെടുക്കും. ഞാൻ അവിടെ കെടുക്കും. എടാ സംഗി നരേന്ദ്രമോദി വലിയാടി തള്ള ഓട്ട റക്കപേശി നീ നിന്റെ കയ്യിലെത്ര റെക്കോർഡ് നായ. എടാ നരേന്ദ്രമോദി ഇന്ത്യ പ്രധാനമന്ത്രി എടാ വലിയാടി റക്കപേശിയ നായിന്റെ പോലെ അമിത്ഷാന്റെ കുണ്ണ ചപ്പുന്ന നരേന്ദ്രമോദി ഇന്ത്യ പ്രധാനമന്ത്രി നിന്റെ കയ്യിൽ റെക്കോർഡ് ഞാൻ കെടുക്കും ജയിലില്. തള്ള ഓട്ട അമ്മയോളി നരേന്ദ്രമോദി ഉണ്ടച്ചി മോന. നീ എന്ത് എടാ പൂരി മോന നരേന്ദ്രമോദി നരേന്ദ്രമോദി വാടാ. ഇപ്പോഴും ജീവിച്ചിരിക്കേണ്ട നല്ല ആൺകുട്ടിയാണ് അത് മനസ്സിലാക്കണ. നരേന്ദ്രമോദിന്റെ കുണ്ണ ചപ്പി നടക്കുന്ന പൂരി മക്കൾ താഴ്ത്തിരുന്ന് കേൾക്കുന്ന റെക്കോർഡ് വെച്ചിട്ട് നിന്റെ പ്രധാനമന്ത്രി കേൾക്കണ നായ ജയിൽവാസം കിങ് അനുഭവിക്കും, അക്ഷത അനുഭവിക്കും. ഞാൻ മുസ്മാന എന്റെ PM-ൽ വന്നിട്ട് എന്നെ 6 അടി മണ്ണിൽ കിടത്തി ഉറക്കുള്ള നരേന്ദ്രമോദിന്റെ അമ്മയില്ല അമിത്ഷാന്റെ കുണ്ണ ചപ്പുന്ന പൊലയാടി നരേന്ദ്രമോദി ഇന്ത്യ പ്രധാനമന്ത്രി. നിന്റെ കയ്യിൽ എത്ര ഈ വീഡിയോ നീ തൂക്കടാ നായ. ജയില് ആൺകുട്ടിയൊക്കെ പറഞ്ഞ കെടുക്കടാ മരണം വരെ. നിന്റെ പോലെ നിന്റെ കുണ്ണ മുമ്പി ഐസ് ഉമ്മടെ കുണ്ണട വിടാ. നല്ലത് ഒന്ന് മതി, 1000 വേണ്ട. നല്ലത് ഒന്ന് മതി, അറിയാ നല്ലത് ഒന്ന് മതി. നിന്റെ കയ്യില് ഇന്ത്യ പ്രധാനമെന്ന പുണ്ടച്ച് പൂരി മോണിയ ആര് നരേന്ദ്രമോദി എന്ന തള്ള അമ്മയോടി അവന്റെ കയ്യിൽ എത്തിക്കണം. BJP കൃഷകികൾ കുറെ ആൾക്കാർ താഴ്ത്തി കാണണ്ടല്ല, താളികളെ താളിച്ചാ നിന്നാണല്ല. അമിത്ഷാന്റെ കുണ്ണ പോയി ചപ്പിക്കോളി. എന്റെ കുണ്ണ കെട്ട് എടാ 1000 വേണ്ട, 10,000 വേണ്ട. നല്ലത് ഒന്ന് മതി. അതാടാ നരേന്ദ്രമോദി കുണ്ണ തള്ള അമ്മയോളി. അതാണ് ഞാനും നിങ്ങളുടെ വ്യത്യാസം. ഇന്ത്യ പ്രധാനമന്ത്രി ഊറി മോനെ ഊറാടാ. നരേന്ദ്രമോദിന്റെ കുണ്ണ ചപ്പി നടക്കണം.
കേൾക്കല്ല, ഏതെങ്കിലും കുണ്ണകള് താഴ്ത്തിരുന്ന് കേൾക്കുന്നില്ലേ? നിങ്ങളെ ബോസ് സംഘപരിവാരികൾ ആർസന്റെ കുണ്ണ ചപ്പുന്ന ആൾക്കാർ നിങ്ങൾ അമിത്ഷാ അസ്സലാമലൈക്കും. ഞാൻ ഒരുത്തം വിചാരിച്ചാൽ ഒരിക്കലും നാട് നന്നാകല. എന്നിരുന്നാൽ യു എയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനൊക്കെ മറുപടി കൊടുക്കണം. നരേന്ദ്രമോദി രാഷ്ട്രീയം ഏതോ ആയിക്കോട്ടെ, മുപ്പൊരിപ്പോൾ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാണ്. ഞാൻ സംഖ്യയല്ല കേട്ടോ, ഞാനൊരു സഖാവാ. പക്ഷേ ഇത്തിര പച്ചത്തരി പറഞ്ഞവന് ഒരുപാട് തെറ്റുണ്ട്. മുസ്ലിങ്ങൾക്ക് മൊത്തം പേരാ, ഇവരൊരു മുസ്ലിമാ, അജ്മാൻ എന്നവൻ്റെ പേര്. ടിക്ടോക്കിൽ ഭയങ്കര ഗെയിമറാണ്. ഈ ടിക്ടോക്ക് എന്ന് പറയുന്നത് എന്തോ കുറച്ച് ലെവലും കുറച്ച് ഫോളോവേഴ്സ് ആകുമ്പോഴേക്ക് ഒരിക്കലും എന്തോ കിട്ടിയ പോലെയാണ്. ഇതിൻ്റെ പേരിൽ ചിലപ്പോൾ അവൻ എന്നെ എന്തെങ്കിലും ചെയ്യിക്കും. പ്രശ്നമല്ല, മരണമാണെങ്കിലും ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കും. പക്ഷെ എന്നിരുന്നാലും ഇവന് വേണ്ടിയിട്ട് ഇവൻ തെറി വിളിച്ച കുറേ നമ്മൾ ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എടാ തെറ്റ് ചെയ്തിരിക്കുന്ന കാര്യം പറയണം, എന്താണ് ഇങ്ങനെ പച്ചക്ക് പറയടാ? നീ ഖുർആനിൽ പറഞ്ഞെന്താ എനിക്ക് എന്താ പറഞ്ഞത്? എല്ലാ മതങ്ങളെയും വിശ്വസിക്കണം എന്നല്ല, ബഹുമാനിക്കണം മറ്റുള്ള മതങ്ങളെ. ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഓരോരുത്തരുടെ മതം, മനസ്സിലായോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അടിച്ചമർത്തപ്പെടുന്നത് മുസ്ലിങ്ങളെയാണ്. അത് ഇന്നപ്പോഴത്തെ ഇങ്ങനെയുള്ളവരൊന്നും ഉണ്ടായിട്ടാണ് ഇവർ പറയുന്നത് ബോംബിടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെല്ലാം ആ ഒരു മൈൻഡിൽ പെട്ടവനാണ്. എടാ, എല്ലാവർക്കും ജീവിക്കണം ഈ ലോകത്ത്, മനസ്സിലായോ? എൻ്റേതോ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കുള്ളതാണ് ഈ ലോകം, എല്ലാ സ്ഥലവും. യു എ എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും എല്ലാ മതക്കാരും ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണ്, ഒരുമിച്ചിരുന്നിട്ട്. കേരളത്തിൽ നടന്നത് നമ്മൾ ഓണമെല്ലാം ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? പെരുന്നാൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? വിഷു എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? എല്ലാവരും ആഘോഷിക്കണമല്ലോ. ഉത്സവത്തിന് പോക്കില്ലേ? എല്ലാം ഒന്നായിട്ട് കാണല്ല. ഇന്ത്യയുടെ ഉള്ളിൽ പച്ച വർഗീയതയാണ്. ഇനി എന്ത് തന്നെ ചെയ്താലും പ്രശ്നമല്ല. ഇത് പോസ്റ്റ് ചെയ്തതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. ഇവനിപ്പം ഭയങ്കര നന്മയാണ്.